തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന് വോട്ട് വെട്ടിയതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടുവെന്ന് ആക്ഷേപമുയരുന്നു. വൈഷ്ണവ് രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണെന്ന ആരോപണം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യം നോക്കാം. 2 വർഷം കൊണ്ട് നിങ്ങളാണ് ഇവിടെ താമസം. ചേട്ടാ ഞാൻ പുള്ളിയെ വിളിച്ചോളാം. എന്നെ വിളിച്ചിരുന്ന ഞാൻ തിരിച്ചു വിളിക്കാതെ. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വിവാദമായ ഒരു വാർഡ് മുട്ടട വാർഡ്. ഈ മുട്ടട വാർഡിലെ കേസുകാരിയായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്ക് വലിയൊരു വിവാദം ഉയരുന്നു. CPMന്റെ നേതാവ് കൂടിയായിട്ടുള്ള ധനേഷ് നഗരസഭയിൽ അവർ നൽകിയ TC നമ്പറിൽ താമസമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന തരത്തിലേക്ക് ഒരു പരാതി നഗരസഭയിൽ നൽകുന്നു. പക്ഷേ നഗരസഭയിൽ അത് മേയറുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. മേയറുടെ ഓഫീസിലെ OA ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾ, പരാതി പരിഹാര സെല്ലിലെ സ്റ്റാഫുകൾ നേരിട്ട് ആ വീട്ടിലെത്തി, സുധാഭവൻ എന്ന് പറയുന്ന വീട്ടിലെത്തി അന്വേഷണം നടത്തി അവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒരു കാരണവശാലും മേയറുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ UD ക്ലർക്ക് കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത് എന്നുള്ളതാണ്. ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ KSU അല്ലെങ്കിൽ KSU പ്രവർത്തകയായിട്ടുള്ള വൈഷ്ണയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. തുടർന്ന് ഹൈക്കോടതിയിൽ പോവുകയും തുടർന്ന് വീണ്ടും വോട്ടവകാശം നൽകുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ വരികയും ചെയ്തു. എന്തായാലും മേയറുടെ സ്റ്റാഫ് ഉൾപ്പെടെ ഈ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം എഴുതി വാങ്ങിയത്. അവർ തന്നെ ചിത്രീകരിച്ച വീഡിയോയാണ് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് അവർ നൽകുകയും ചെയ്തിരുന്നു. അവർ പറയുന്നത് ഈ OA ഈ മേയറുടെ ഓഫീസിലായിരുന്നു, പക്ഷെ നിലവിൽ ഇപ്പോൾ മേയറുടെ ഓഫീസിലല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് മേയറുടെ ഓഫീസ് നൽകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം.